എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് 2025 ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ HS ക്യാപ്പിൻ്റെ സൈറ്റിലും അതുപോലെ തന്നെ VHS ക്യാപ്പിൻ്റെ സൈറ്റിലും പ്രസിദ്ധീകരിച്ചു. അപേക്ഷ എഡിറ്റ് ചെയ്യും മുമ്പ് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ആദ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് രാവിലെയോടെ തന്നെ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് മെയ് മാസം 28 തീയതി വരെ തങ്ങളുടെ അപേക്ഷകൾ എഡിറ്റ് ചെയ്യാനും വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും എന്തെങ്കിലും കാരണവശാൽ ഫൈനൽ കൺഫർമേഷൻ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മെയ് മാസം 28 തീയതി വരെ അവസരമുണ്ട്. പ്രിയ വിദ്യാർത്ഥികൾ, അപേക്ഷ എഡിറ്റ് ചെയ്യും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ HS ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ തൽക്കാലം താങ്കൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന സാധനത്തെ നിങ്ങൾ തൊടുക പോലും ചെയ്യരുത്. കാരണം ആ ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ബ്രൗസറിലായാലും ക്രോം ബ്രൗസറിലായാലും ഒരു നോട്ടിഫിക്കേഷൻ വരും. യു എഗ്രി ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് യു എഗ്രി ടു കണ്ടിന്യൂ എന്നതിൽ എസ് എന്നും കാണും, നോ എന്നും കാണും. അതിൽ എസ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിട്ട് ക്ലിക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ക്ലിക്ക് ചെയ്തായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ പേജ് തുറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യു എഗ്രി ടു കണ്ടിന്യൂ എന്ന പേജിൽ എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ പോവരുത്. വീണ്ടും നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നൽകണം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. ബട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് യു എഗ്രി ടു കണ്ടിന്യൂ എന്ന നോട്ടിഫിക്കേഷനിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പേജും നെക്സ്റ്റ് അടിച്ച് നിങ്ങൾ അവസാനം ഐ ഡിക്ലെയർ എന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകണം. ഇനിയിപ്പോൾ പല വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാനുള്ള കാര്യം, ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയതാണ്, ബട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ബാക്ക് അടിച്ചു പോരും. അങ്ങനെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, ഫൈനൽ കൺഫർമേഷൻ ആവൂല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കും. അങ്ങനെ വരുമ്പം എന്തു പറ്റും, നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്നും പരിഗണിക്കില്ല. ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ 3 അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് കാര്യമുണ്ടാവില്ല. നിങ്ങളെ പരിഗണിക്കില്ല, നിങ്ങൾക്ക് സീറ്റ് ലഭിക്കില്ല. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ കൂടുതൽ പേരിലേക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ, മൈ നെയിം ഈസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.